ബീഹാറിലെ ഹസൻപുര ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന കുടുംബങ്ങൾ 50ഓളം കുടുംബങ്ങൾ വെള്ളത്തിനായി ആശ്രയിക്കുന്ന ഒരൊറ്റ പൊതുക്കിണറിനെ ബീഹാറിൻ്റെ അവസ്ഥയാണിത് കേട്ടോ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇവർ ജീവിതത്തോട് മല്ലടിക്കുന്നത്. പാറ്റ്നയിൽ നിന്ന് വിനീത വിജിയുടെ റിപ്പോർട്ട്. ബീഹാറിലെ ഹസൻപുര എന്ന ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഒരു വശത്ത് നമുക്ക് വലിയ കെട്ടിടങ്ങൾ കാണാൻ കഴിയും, വലിയ വികസനങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ആ കെട്ടിടങ്ങൾക്ക് മറുവശത്ത് കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഗ്രാമത്തിലാണ്. അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരും. ചെറിയ വീടുകളാണ്, ഒരു ചെറിയ മേഖലയിലാണ് ഇരുവശത്തുമായുള്ള വീടുകൾ. ആ വീടുകളിലായാണ് ഇവർ കഴിയുന്നത്. നിരവധി സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ കുടുംബങ്ങൾ, നിരവധി കുടുംബങ്ങളാണ് ഈ മേഖലയിലുള്ളത്. दीदी ये घर है, चुनाव का टाइम है ना, क्या मांग है आपको? हमारा मांग है कि घर कॉलोनी हमने के बना दे तो बहुत अच्छा होता है. घर चाहिए आपको? हाँ. वो इधर से जमीन भी नहीं है, एक वो रूम में बाले बच्चे रहते हैं. ഒരു വീട് വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അവരുടെ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരുമായി കഴിയുന്നത് ഒരൊറ്റ വീട്ടിലാണ്. ഒരൊറ്റ മുറി മാത്രമാണ് ഇവിടെയുള്ളത്. ആ മുറിയിൽ തന്നെയാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതും ആ മുറിയിൽ തന്നെയാണ് അവർ കിടക്കുന്നതും. കുട്ടികളെ ഈ മുറിയിൽ തന്നെയാണുള്ളത്. നമുക്ക് ഇത് വരുമ്പോൾ അവർ ഭക്ഷണം പാകം ചെയ്യാനുള്ള മത്സ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ ഒരൊറ്റ മുറിയിലാണ് ഇവരുടെ ജീവിതം. അതിനൊരു ആവശ്യം വേണം, അതിനൊരു പരിഹാരം വേണമെന്നാണ് അവർ പറയുന്നത്. ഈ മുറിയിൽ തന്നെയാണ് അവർ കിടക്കുന്നത്. അവിടെ അവരുടെ ഗ്യാസ് കണക്ഷൻ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ എലികളൊക്കെ ഓടുകയാണ് ഈ പിന്നാലെ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. स्कूल में नहीं जा रहा आप? जाते हैं. कितना क्लास में? 7. कैसा चल रहा है आपको? अच्छा. वो ये भाई बहन नहीं जा रहा स्कूल में? जाता है. സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. भैया कैसा है, कैसा चल रहा है इधर से आपका? इधर का बहुत गरीबी हालत है. एकदम मतलब ना घर सही है, ना कुछ कल भी नहीं है, पानी का भी दिक्कत है, बाथरूम का भी दिक्कत है. सरकार कहाँ कुछ देता है, खाली चुनाव घड़ी आके बोलता है फिर चल जाता है. वोट लेता है, वोट मिल गया फिर काम खत्म, आदमी खत्म हो जाता है. പുറത്ത് അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ ഇതിന് പുറത്താണ്. ഏതൊരു ജീവിത സാഹചര്യത്തിലാണ് അവർ ഇവിടെ നിന്ന് കഴിയുന്നത്. ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരും. എല്ലാ വീടുകളും, സമീപമുള്ള എല്ലാ വീടുകളും ഇതേപോലെ ഒറ്റമുറി വീടുകൾ തന്നെയാണുള്ളത്. ശരിക്കും ഈ ദൃശ്യങ്ങൾ ഒരു ജനവിഭാഗത്തിന്റെ ജീവിതം എന്തെന്ന് കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും എത്രത്തോളം അവർക്ക് ലഭിച്ചു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത വിജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.